ആവേശത്തിലാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുള്ളത്. പാണക്കാട്ട് വലിയ ആൾക്കൂട്ടം, പ്രവർത്തകരുടെ വലിയ സഞ്ചയം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. മുഴുവൻ സീറ്റുകളിലേക്കും 2 സീറ്റുകൾ ഒഴിച്ചിട്ടുണ്ട്. പുനലൂരും ചടയമംഗലം വെച്ചുമാറുന്ന കാര്യത്തിൽ ഇപ്പോഴും UDF-നകത്ത് തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ ബാലുശ്ശേരിയും കോങ്ങാടും തമ്മിൽ വെച്ചുമാറുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. തീരുമാനമാകുന്ന മുറയ്ക്ക് 2 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ബാക്കിയുള്ള സീറ്റുകളെല്ലാം ഇപ്പോൾ സ്ഥാനാർത്ഥികളായിരിക്കുന്നു. കാസർഗോഡ് KM ഷാജിയുടെ പേര് കേട്ടിരുന്നെങ്കിൽ കൂടിയും അവിടെ ഒരു പ്രാദേശിക ലീഗ് നേതാവിനെ തന്നെ സീറ്റ് കൊടുക്കാൻ ലീഗ് തീരുമാനിക്കുന്നു. അങ്ങനെ കല്ലട്രമായിൻ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. KM ഷാജിയെ ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി മുഖമായി കരുതപ്പെടുന്ന KM ഷാജിയെ മലപ്പുറത്തെ ലീഗിന്റെ കോട്ട എന്ന് പറയപ്പെടാൻ കഴിയുന്ന വേങ്ങരയിലെ സേഫ് സീറ്റിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് ശ്രദ്ധേയമായ ചിത്രം. KM ഷാജി വേങ്ങരയിലേക്ക്. PK കുഞ്ഞാലിക്കുട്ടിയുടെ തട്ടകമായിരുന്ന, കോട്ടയായിരുന്ന വേങ്ങരയിലേക്ക് KM ഷാജി എന്ന മുസ്ലിം ലീഗുകാരുടെ വൈകാരിക മുഖങ്ങളിലൊന്നായ KM ഷാജിയെ വേങ്ങരയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു പ്രവർത്തകർ എന്നത് ശ്രദ്ധേയമായ ചിത്രമാണ്. ജംഷീർ കൊടിഞ്ഞുകൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജംഷീർ, ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഖങ്ങളിലൊന്ന് KM ഷാജി വേങ്ങരയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ മൊത്തത്തിൽ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണാൻ കഴിയുന്നത് ജംഷീർ? നിറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു ഈ സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതുപോലെ ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ടൊക്കെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ പല മണ്ഡലങ്ങളിലും തിരൂരങ്ങാടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാണക്കാട് മുനവ്വർ സംശയമാണ് നൽകപ്പെടുന്നത് വലിയ. കാരണം KM ഷാജി പാണക്കാട് തറവാട്ടിന്റെ അല്ലെങ്കിൽ ഞങ്ങൾ പാണക്കാട് തങ്ങന്മാരെ തറവാട്ടിലെ MLA-മാരാണ്. തീർച്ചയായിട്ടും എന്താ സംശയം? വല്ല പാർട്ടി തന്നു, എല്ലാ സമയത്തും പാർട്ടി നല്ല അംഗീകാരം തന്നു. കുറച്ചുകൂടി മികച്ച അംഗീകാരം ഇത്തവണ തന്നു. പാർട്ടിയുടെ നേതാവ് കുഞ്ഞാലി സാഹിബ് മത്സരിച്ച സീറ്റാണ് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത്. വേങ്ങരക്കാര് വളരെ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ MLA-മാരെ ലഭിക്കുമോ ലീഗിന്? തീർച്ചയായും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും വ്യത്യസ്തമായൊരു ലിസ്റ്റാണ് ഇവിടെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും ഇലക്ഷനിൽ നമുക്കത് നേരിടും. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. വലിയ രീതിയിലുള്ള ചരിത്രത്തിലില്ലാത്ത വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അദ്ദേഹം സ്വന്തമായി മാറിയുന്നതാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് പാർട്ടിയെ. അതുകൊണ്ട് അദ്ദേഹം മാറി നിന്നു. തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞാൽ പിന്നെ വേങ്ങര സ്വീകരിക്കും. പാർട്ടിയല്ലേ പറയണത്. എല്ലാവർക്കും നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. കൂട്ടത്തിൽ എനിക്ക് ഭൂരിപക്ഷം ഉണ്ടാവും. നിയമസഭയിൽ കയറാന്നുള്ളത് ഒരു എന്താണ് ചരിത്രത്തിൽ നിയോഗമാണ്. ഇടയ്ക്ക് വെച്ച് നിർത്തി വന്ന ഒരു ഉത്തരവാദിത്തമാണ്. അത് പൂർത്തീകരിക്കാൻ ഞാൻ അവിടെ ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയില്ല. നിയമസഭയിലേക്കാണ് മത്സരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം. ഇവിടെ ലീഗ് പ്രവർത്തകരുടെ ആവേശങ്ങൾക്ക് നടുവിലാണ് നേതാക്കന്മാരുള്ളത്. നമുക്കറിയാം, ഈ വേങ്ങര മണ്ഡലത്തിലേക്ക് KM ഷാജിയെ പ്രഖ്യാപിച്ചത് തന്നെയാണ് ഒരുപക്ഷെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സർപ്രൈസ്. അതിന്റെ ആവേശം ഓരോ പ്രവർത്തകരും നമ്മളോട് കാണിക്കുന്നത്. കാരണം ഇവിടെ എത്തിച്ചേർന്നവരൊക്കെ തന്നെയും ഈ ഒരു തീരുമാനത്തിന്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് നമുക്കുള്ളത്. എങ്ങനെ ഈ സ്ഥാനാർത്ഥി പട്ടിക എങ്ങനെ കാണുന്നത്? വളരെ സെറ്റാണ്, ഒന്നും പറയാനല്ല. ലീഗ് പൊളിച്ചു. തങ്ങളെങ്ങനെ കാത്തിക്കേനോ, തങ്ങളെ തീരുമാനം എങ്ങനെ ഉണ്ടാവും. ഓരോ ലീഗുകാർക്കും അഭിമാനം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടിക. KM ഷാജി വേങ്ങരയിലാണ്. വേങ്ങരയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ചെയ്യും. യുവനേതാക്കൾ PK നവാസ് അടിപൊളിയായിരിക്കും. പിന്നെ ഫൈസൽ ബാബു ഉഷാറാണ്. ഉഷാറായിരിക്കും. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥാനാർത്ഥി പട്ടികയാണ്. MSF-കാർ, യൂത്ത് ലീഗുകാർ, വനിതാ ലീഗ്, അതുപോലെ സമൂഹത്തിന്റെ എല്ലാ തുറയിലുള്ള ആളുകളെയും പ്രതിനിധീകരിക്കുന്ന വലിയ ഒരു മനോഹരമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥി. അടിപൊളി ആവേശം സെറ്റ്. തീർച്ചയായിട്ടും 27 മണ്ഡലത്തിലും വൻ ഭൂരിപക്ഷത്തോട്